ജൂലൈ 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ജനാധിപത്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. നീതിന്യായവും ക്രമസമാധാനവും ഭരണനിർവഹണവും ഒരു രാജ്യത്ത് എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നു എന്നത് ഒരു പരിധിവരെ ആ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു സംഭവത്തിന്റെ പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും തങ്ങളുടെ ജീവനും പ്രശസ്തിയും പണയപ്പെടുത്തേണ്ടി വരാറുണ്ട്. അങ്ങനെ ദൈനംദിന വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള യത്നത്തിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ഇതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത്. മാത്രമല്ല, അവരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നതിനായി ഈ ദിനം ആചരിച്ചു പോരുന്നു. 1993 ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി പത്രസ്വാതന്ത്ര്യത്തിനായി മെയ് 3 പ്രഖ്യാപിക്കുന്നത്. 1991 നടന്ന യുനെസ്കോയുടെ 26ാം ജനറൽ കോൺഫറൻസിൽ ഉയർന്നു വന്ന ശുപാർശയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. മിൻഹോക്കിൽ നടന്ന യുനെസ്കോ കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു ആഫ്രിക്കൻ മാധ്യമപ്രവർത്തകൻ സ്വാതന്ത്ര്യവും ബഹുസ്വരവുമായ ആഫ്രിക്കൻ മീഡിയയെ പ്രോത്സാഹിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച ഒരു പ്രസ്താവനയാണ് ഈ ആശയത്തിലേക്ക് നയിച്ചത്. അതോടൊപ്പം തന്നെ ചൈന, ഉത്തര കൊറിയ, വിയറ്റ്നാം, സൗദി അറേബ്യ, സിറിയ, ഇറാൻ തുടങ്ങിയ ചില രാജ്യങ്ങളിലെ പത്രസ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും ഈ ദിനം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആഗോളതലത്തിൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണ്ട രീതിയിൽ വാർത്തകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നിടത്ത് ഈ ദിനത്തിന്റെ പ്രാധാന്യം ഊന്നി പറയേണ്ടതാണ്. ഒപ്പം തങ്ങളുടെ മാധ്യമപ്രവർത്തകരെ ശാക്തീകരിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ ദിനം പ്രധാനമാണ്. പരിഷ്കൃത സമൂഹമാണെന്ന് അവകാശപ്പെടുമ്പോൾ പോലും പത്രസ്വാതന്ത്ര്യം എത്രമാത്രം ഹനിക്കപ്പെടുന്നു എന്നതിന് നിരവധി തെളിവുകൾ ദിനംപ്രതി നിരത്താനാകും. നിരവധി എഡിറ്റർമാരും റിപ്പോർട്ടർമാരും പലപ്പോഴും കൃത്യതയോടെയും വ്യക്തതയോടെയും ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കപ്പെടാറുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഒരു രാജ്യത്ത് ഒരു വാർത്താ മാധ്യമത്തിന് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് ജോലി ചെയ്യാൻ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് പ്രസ് ഫ്രീഡം എന്ന് പറയുമ്പോൾ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 2024 റിപ്പോർട്ട് പ്രകാരം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ 159ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയായ റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട പട്ടികയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത്. പട്ടികയിൽ ആകെയുള്ളത് 180 രാജ്യങ്ങളാണ് എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അയൽ രാജ്യമായ പാകിസ്ഥാന്റെ സ്ഥാനമാകട്ടെ 152. അതായത് പത്രസ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനും പിന്നിലെന്ന് സാരം. മാധ്യമപ്രവർത്തകർക്കെതിരായ അക്രമം, അത്യധികം കേന്ദ്രീകൃതമായ മാധ്യമ ഉടമസ്ഥത, രാഷ്ട്രീയ വിന്യാസം തുടങ്ങിയ ഘടകങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമെന്നത് 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ഈ സാഹചര്യം ഇത്രയും രൂക്ഷമായതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നായി മാറുകയാണ് ഇന്ന് ഇന്ത്യ. സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർ സ്ഥിരമായി ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും അറസ്റ്റിനും വിധേയരാകുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും അഴിമതിക്കാരിൽ നിന്നുമടക്കം മാധ്യമപ്രവർത്തകർ ഇന്ന് ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ്. വനിതാ മാധ്യമപ്രവർത്തകരടക്കം ഇത്തരക്കാരുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ഇങ്ങനെ ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങളാണ് RSF പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് 2025 ഒരു ലോക പത്രസ്വാതന്ത്ര്യ ദിനം കൂടെ ആചരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഹനിക്കപ്പെടാത്ത നീതിയുക്തമായ മാധ്യമ പ്രവർത്തനം ഇനി വരും നാളുകളിലെങ്കിലും നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.